ഖത്തറിലെ അതീവ സുരക്ഷാ മേഖലയിൽ അമേരിക്ക സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റഡാർ നിലയം ഇറാൻ തകർത്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അൽഖോറിൽ സ്ഥിതി ചെയ്യുന്ന US സ്പേസ് ഫോഴ്സിന്റെ AN/FPS 132 എന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് റഡാറാണ് ഇറാന്റെ ആക്രമണത്തിന് ഇരയായത്. ഏകദേശം 10,000 കോടിയോളം രൂപ വിലമതിക്കുന്ന ഈ സംവിധാനം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതിരോധ കവചത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായിരുന്നു. പ്ലാനറ്റ് ലാബ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ റഡാർ നിലയത്തിനുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നത്. അമേരിക്ക-ഇസ്രായേൽ സഖ്യത്തിന്റെ നീക്കങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഷഹീദ് ഡ്രോണുകളോ അതീവ കൃത്യതയാർന്ന മിസൈലുകളോ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ അതിശക്തമായ പ്രതിരോധ നിരയെ ഭേദിച്ച് ഇറാൻ ഈ ലക്ഷ്യം കണ്ടതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആക്രമണം നടന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങളും തീപിടുത്തത്തിന്റെ അടയാളങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം. ഈ റഡാർ സംവിധാനത്തിന്റെ തകർച്ച അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ പ്രതിരോധ ശേഷിക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. 5000 കിലോമീറ്റർ പരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ വിക്ഷേപണ സമയത്ത് തന്നെ കണ്ടെത്താൻ ശേഷിയുള്ള ഈ റഡാർ ലോകത്താകെയുള്ള 6 സംവിധാനങ്ങളിൽ ഒന്നാണ്. 3 വശങ്ങളിലായി ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഫേഡ്സ് അറേ ഫേസുകൾ വഴി 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ ഇതിന് സാധിക്കുമായിരുന്നു. പേട്രിയറ്റ്, താഡ് തുടങ്ങിയ മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നത് ഈ റഡാർ കേന്ദ്രമാണ്. മിസൈൽ മുന്നറിയിപ്പിന് പുറമെ ബഹിരാകാശത്തെ പുതിയ ഉപഗ്രഹങ്ങളെയും അവശിഷ്ടങ്ങളെയും നിരീക്ഷിക്കുന്ന സ്പേസ് സർവൈലൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമായും ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അല്ലുദൈദ് എയർബേസിന് തൊട്ടടുത്തുള്ള ഈ തന്ത്രപരമായ സെൻസർ പാളിയെ തന്നെ തകർത്തതിലൂടെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ വേഗത കുറയ്ക്കാനും പ്രതികരണ സമയം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇറാന് സാധിച്ചു. മേഖലയിലെ മിസൈൽ പ്രതിരോധത്തിന്റെ നട്ടെല്ല് തകർന്നതോടെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്.